ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ നടൻ കമലഹാസൻ നടൻ വിജയോട് പറയുന്ന ഒരു അഭിപ്രായമാണ് കാണുന്നത്. ആൾക്കൂട്ടം വോട്ടാകില്ല എന്നാണ് കമലഹാസൻ അഭിപ്രായപ്പെടുന്നത്. പിന്നെ കുറച്ച് ഉപദേശവും നടത്തുന്നുണ്ട്. അപ്പോൾ നടൻ വിജയ് 2026 ഇലക്ഷന് വേണ്ടിയിട്ട് യുദ്ധാടിസ്ഥാനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജയിന് ലക്ഷക്കണക്കിന് ആരാധകർ തമിഴ്നാട്ടിലുണ്ട്. ഓരോ റാലിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് സംബന്ധിക്കുന്നത്. പക്ഷേ സിനിമയിൽ ഉള്ള ആരാധകരാണ് ഈ അധികം വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയിട്ടില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ പ്രവൃത്തിപഥത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആർക്കും അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. അത് വിജയിക്കുമോ ഇല്ല എന്നുള്ളത് ആർക്കും അറിയില്ല. ഈ കാണുന്ന എല്ലാ ആളുകളും വിജയുടെ പുറകെ പോകുന്നത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ടല്ല, അദ്ദേഹം സിനിമാടനായതുകൊണ്ടാണ്. സിനിമയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ള കുറേ ആരാധകരാണ് ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അവരാണ് ഈ പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ളത്. എന്നല്ലാതെ രാഷ്ട്രീയം എപ്രകാരമായിരിക്കും, പുള്ളിക്കാരൻ്റെ ഭരണം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കും ഒരു ഗ്രാഹ്യമില്ല, സത്യം തുറന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ഇത്രമാത്രം ജനങ്ങളെ കണ്ടിട്ട് 2026 ഇലക്ഷൻ സമയത്ത് TVK പാർട്ടി വലിയ ഭൂരിപക്ഷം കൊയ്യും എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അപ്രകാരമായിരിക്കണമെന്നില്ല. വിജയുടെ ആരാധകർ ഒരുപാട് പേര് DMKയിലും AIADMKയിലും ഒക്കെ അംഗങ്ങളാണ്. കുറേ പേർക്ക് രാഷ്ട്രീയമില്ല, കുറേ പേർക്ക് ഇതല്ലാതെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവരുണ്ടാവും, BJPയിലടക്കം. അതുകൊണ്ട് ഇവരെല്ലാവരും വിജയനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വിജയനെ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല. കമലഹാസൻ ഒരു പാർട്ടി തുടങ്ങി, അത് 8 നില പൊട്ടി, വിജയിച്ചില്ല. രജനികാന്ത് ഒരു പാർട്ടി തുടങ്ങി, വിജയിച്ചില്ല. ക്യാപ്റ്റൻ ഒരു പാർട്ടി തുടങ്ങി, അത് 8 നില പൊട്ടി, വിജയിച്ചില്ല. രാഷ്ട്രീയത്തിൽ വളരെ കുറച്ച് പേര് മാത്രമേ തമിഴ്നാട്ടിൽ വിജയിച്ചിട്ടുള്ളൂ. തമിഴ് സിനിമയിൽ, തമിഴ്നാട്ടിലെ തമിഴ് സമൂഹ ഘടനയിൽ ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് സിനിമാ താരങ്ങളെല്ലാം രാഷ്ട്രീയക്കാരായിട്ട് മാറുന്ന ഒരു പ്രവണതയുണ്ട്. MGRും ജയലളിതയും അതിൻ്റെ മകളുടെ ഉദാഹരണങ്ങളാണ്. അത് പിന്നീട് അവർ ഒരുപാട് ശോഭിക്കുന്നുണ്ട്. അവർ സിനിമയിലുള്ള ആ സ്വാധീനമാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം ആരാധകരുള്ളത്. തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ സമവാക്യം കേരളത്തിൽ വിജയിക്കില്ല. പക്ഷേ വിജയുടെ കാര്യത്തിൽ ഇത്രയും ലക്ഷം ആരാധകരുള്ളത് അവരെല്ലാവരും അത് വോട്ടർമാരായിട്ട് മാറുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ അറിയുള്ളൂ. കാരണം DMKയ്ക്കും AIADMKയ്ക്കും ഒക്കെ തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട്, ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് വിജയനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വോട്ട് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതാണ് നടൻ കമലഹാസൻ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ അർത്ഥം.